ഹലോ, ഞാൻ ഇന്നൊരു ഒഴിച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു പടവലങ്ങാപ്പരിപ്പ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനാവശ്യമായത് ഒരു കപ്പ് ചെറുപയർ പരിപ്പാണിത്. ചെറുപയറിൻ്റെ പരിപ്പ് ഇത് ഞാൻ മൂപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ചെറുപയർ പരിപ്പ് ഇതാ ഇത്രയേ ഉള്ള ഒരു കഷ്ണം പടവലങ്ങ. ഇത് നമ്മൾ കുഞ്ഞായിട്ട് അരിയണം. ഇപ്പോൾ ചെറുപയർ പരിപ്പ് ഏകദേശം വേകുമ്പോൾ ഇതിട്ട് ഇതും വേവിക്കും. ഇതിൻ്റെ വേണ്ട അരപ്പ്, ഒരു കപ്പ് തേങ്ങ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്തിരി ജീരകം, ഒരു 3-4 വെളുത്തുള്ളി അല്ലി. പിന്നെ ഇത് നമുക്ക് കടുക് വറുക്കണേ, കരിവേപ്പിലയും വേണം, കുറച്ച് ജീരകവും വേണം. ഇപ്പോൾ വേഗം വയ്ക്കും. ഇത് വേണേൽ കുക്കറിലും വയ്ക്കാം കേട്ടോ. കുക്കർ വയ്ക്കുകയാണെങ്കിൽ വേഗമാകും. ഇത് ഞാൻ പടവലങ്ങയൊക്കെ അരിഞ്ഞ് അരപ്പൊക്കെ അരയ്ക്കുമ്പോഴത്തേക്കും ഈ ചെറുപയർ പരിപ്പ് നമ്മൾ മൂപ്പിച്ചായതുകൊണ്ട് വേഗം വേവും. ഇതിലൊരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടണം, ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടി ഇടും. ഏകദേശം വേവായി. അപ്പോൾ ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിക്കണം. നമുക്കിനി പടവലങ്ങയും കൂടി ഇടണമല്ലോ. പടവലങ്ങ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഈ വേവാകുമ്പോഴത്തേക്കും ഈ പടവലങ്ങയും കൂടി ഇതിനകത്തോട്ട് ഇടും. ഇനി ഇതൊന്ന് വേകണം. നമ്മുടെ പടവലങ്ങയും പരിപ്പുമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് ഇടാം. ഉപ്പിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി. പടവലങ്ങ ഇട്ട് കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലൊഴിച്ചായിരുന്നു കേട്ടോ. പരിപ്പ് കുറച്ചുകൂടെ വേകണമായിരുന്നു. ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനിവിടെ അരപ്പൊക്കെ അരച്ച് വെച്ചിരിക്കുകയാണ്. അരപ്പ് നമുക്കിതിലോട്ട് ചേർക്കാം. ഇതിലോട്ട് 2 കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. എന്നുവെച്ചാൽ ഞാൻ നെയ്യാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റൊക്കെ കാണും. പിള്ളേർക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ നെയ്യ് ചൂടാകുമ്പോൾ ഇച്ചിരി കടുക് ഇട്ട് ഒരു സ്വല്പേ കടുകിടുന്നുള്ളൂ. ജീരകമാണ് കൂടുതലും ഇടാൻ പോകുന്നത്. കടുക് കൂട്ടി കഴിയുമ്പോൾ നമ്മൾ ഈ ജീരകം ഇതിലോട്ട് ഇടും. കരിവേപ്പിലയും ജീരകവും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ച് ഇതിലോട്ട് ഒഴിക്കും. ഉപയോഗിക്കേണ്ടാത്തവർക്ക് വെളിച്ചെണ്ണ എടുത്ത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ കടുകും മുളകും ഇട്ട് പൊട്ടിച്ചിങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ ചെറുപരിപ്പും പടവലങ്ങയും കൂടെ വെച്ച് വേവിച്ചെടുത്തിട്ട് അരപ്പ് ചേർത്താലും മതി. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. പതുക്കെ പരിപ്പ് വെന്ത് ഇത് സമയമില്ലെങ്കിൽ അത് നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് വെറുതെ അരപ്പ് ചേർത്ത് കടുക് ഇത് പൊട്ടിച്ചെടുത്താൽ മതി. നെയ്യും ഒക്കെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ എല്ലാവർക്കും നെയ്യ് ഉപയോഗിക്കാൻ വയ്യെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് ചോറിൻ്റെ കൂടെയും വേണേൽ ചപ്പാത്തിക്കും ഇത് നല്ലതാണ്. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും കൂട്ടി കഴിക്കാൻ, ചപ്പാത്തി പൂരിയൊക്കെ. അപ്പം എല്ലാവരും ഉണ്ടാക്കുക. റെസിപ്പിയൊക്കെ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കൊക്കെ അടിക്കുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.